ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കോട്ടയം മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ജിയോളജിസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം മേച്ചാൽ സ്വദേശി സജിമോന്റെ പരാതിയിലാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ജിയോളജി വകുപ്പിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചതിന്റെ വൈരാഗ്യത്തിൽ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും ഓഫീസിൽ പൂട്ടിയിട്ടെന്നുമാണ് എഫ്ഐആറിൽ. വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നു. ജോസി, ആർക്കെതിരെയാണ് പരാതി? എന്താണ് പരാതി? ധന്യ, കോട്ടയം മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ജിയോളജിസ്റ്റായ സംഗീത സതീഷിനെതിരെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മേലുകാവ് മേച്ചാൽ സ്വദേശിയായ സജിമോന്റെ പരാതിയിലാണ് കേസ്. സജിമോൻ ഈ ജിയോളജി വകുപ്പിനെതിരെ നേരത്തെ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ തനിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നും അതോടൊപ്പം തന്നെ ഓഫീസിൽ പൂട്ടിയിട്ടതും കാണിച്ച് നേരത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് സജിമോൻ പരാതി നൽകിയിരുന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. എന്നാൽ പോലീസ് അന്ന് പ്രാഥമികമായ അന്വേഷണം നടത്തിയ ശേഷം കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് സജിമോൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിലുള്ള കേസിന്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജിയോളജിസ്റ്റായ സംഗീത സതീഷിനെതിരെ ഇപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. SC/ST അതിക്രമം, അതോടൊപ്പം തന്നെ അന്യായമായി തടങ്കിൽ പാർപ്പിക്കുക തുടങ്ങിയ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ധന്യ, അതേസമയം ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രതിയായ സംഗീത സതീഷിന്റെ വിശദീകരണം. ഈ പ്രതിയായ സംഗീത സതീഷ് നേരത്തെ ഇത്തരത്തിൽ മറ്റ് കൂടെ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ പെരുമാറുന്ന ആളാണോ? ഇതിൽ അവരുടെ വിശദീകരണം മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? എന്താണ് കേസ് വകുപ്പ്? ധന്യ, ഇത്തരത്തിൽ മറ്റൊരു തരത്തിലുള്ളൊരു ഈ ആരോപണ വിധേയമായ ആൾക്ക് അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള ആളല്ല. നമുക്ക് അന്വേഷിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അവ്യക്തതകൾ പോലീസിനുണ്ടായിരുന്നെന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാഥമികമായും ഈ കേസിന്റെ ആധാരമായ കാര്യം ഇതാണ്. ഈ മേച്ചാൽ സ്വദേശിയായ പരാതിക്കാരന്റെ സജിമോന്റെ പുരയിടത്തിൽ നിന്നും കരിങ്കല്ലുകൾ വെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനായി അനുമതി തേടിയാണ് സജിമോൻ. അതിനായി പാസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജിയോളജി വകുപ്പിനെ സമീപിച്ചത്. എന്നാൽ അനധികൃതമായി അല്ലെങ്കിൽ അനുമതിയിൽ കൂടുതൽ ഖനനം നടത്തി പാറ മുറിച്ചു കടത്താൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നതാണ് ജിയോളജി വകുപ്പിന്റെ വിശദീകരണം. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിനോട് കൂടുതൽ റോയൽറ്റി തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നതെന്നാണ് ജിയോളജി വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓഫീസുകൾ കയറിയിറക്കി പലതവണ തിരുവനന്തപുരത്തേക്ക് അയക്കുകയും അതോടൊപ്പം മറ്റു ഓഫീസുകളിലേക്ക് അയക്കുകയൊക്കെ ചെയ്തതെന്നാണ് പരാതിക്കാരൻ നമുക്ക് തന്നിരിക്കുന്ന പ്രതികരണത്തിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഈ പരാതിക്ക് ആധാരമായ സംഭവം ഉണ്ടാകുന്ന ദിവസത്തിന് തൊട്ട് തലേ ദിവസവും ഇതുപോലെ ഓഫീസിലെത്തിയപ്പോഴാണ് തൻ്റെ മലയരയ സമുദായത്തിൽ ഉള്ള ആളാണ് ഈ പരാതിക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ആ സമുദായ പേര് ചേർത്ത് സഭ്യമല്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിലുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൽ നിന്നും ഇതിൽ ഒരു NOC എഴുതി വാങ്ങുന്നതിനായി ജിയോളജി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അത് എഴുതി നൽകാൻ ഇദ്ദേഹം തയ്യാറായില്ല. ഇതേ തുടർന്ന് തന്നെ പൂട്ടിയിടുകയാണ് ചെയ്തതെന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതേ തുടർന്നായിരുന്നു അന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഇദ്ദേഹം പരാതി നൽകുകയും കോട്ടയം DYSP കേസ് അന്വേഷിക്കുകയും ചെയ്തത്. എന്നാൽ പ്രാഥമികമായി ഈ കേസിൽ കഴമ്പില്ല എന്നുള്ള രീതിയിലുള്ള സമീപനമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതേ തുടർന്നാണ് സജിമോൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി കേസിൽ പോലീസിനോട് വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് ഇപ്പോൾ 2 വകുപ്പുകൾ ചുമത്തി സംഗീത സതീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സജിമോന്റെ തീരുമാനം. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് ആരോപണ വിധേയയായ സംഗീത സതീഷിന്റെ പ്രതികരണം. ധന്യ. ശരി ജോസെ.